സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ലെക്ചർ മുതൽ കവർ ചെയ്യാൻ പോകുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബി.ടെക്കിൻ്റെ S4 മാത്സ് പേപ്പറാണ്. പേപ്പർ നെയിം MA202 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോംസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. 6 മൊഡ്യൂളാണ് ഈ പേപ്പറിലുള്ളത്. അതിനകത്ത് 5ാമത്തെ മൊഡ്യൂളായ ന്യൂമറിക്കൽ ടെക്നിക്സ് 1 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 പ്രധാന കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ, സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ബൈ ഐട്രേഷൻ മെത്തേഡ്. സെക്കൻഡ് വൺ, ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ്. ആദ്യത്തെ 2 കാര്യങ്ങൾ ഇക്വേഷൻ്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് നമുക്ക് എന്തൊരു ഇക്വേഷൻ തന്നാലും ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കും, അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 2 എണ്ണം. അതേസമയം രണ്ടാമത്തെ ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷനും പിന്നെ ഇൻ്റർപോളേഷൻ ഓഫ് ഈക്വൽ ഇൻ്റർവൽസ്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയും പിന്നൊന്ന് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയും. അതത്രയും ഇൻ്റർപോളേഷൻ സെക്ഷനിലാണ്. ഇൻ്റർപോളേഷൻ മീൻസ് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ട് ഇടയിലൊരു വാല്യൂ മിസ്സിംഗ് ആണ് എങ്കിൽ നമുക്ക് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ, എങ്ങനെ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കും. രണ്ടാമത്തത്, എങ്ങനെയാണ് ഇൻ്റർപോളേഷൻ ചെയ്യുന്നത്. അതിന് നമ്മൾ 2 തരത്തിലുള്ള ഇൻ്റർപോളേഷനാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്ന് ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ, പിന്നെ ഒരെണ്ണം ഇൻ്റർപോളേഷൻ ഓഫ് ഈക്വൽ ഇൻ്റർവൽസ്. അതായത് 2 എണ്ണം ഉണ്ട് അതിനകത്ത്, ന്യൂട്ടൺ ഫോർവേഡും ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷനും. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്താണ്? ഈക്വൽ ടു സൈൻ വരുന്ന ഏതൊരു എക്സ്പ്രഷനെയും നമുക്ക് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. ജനറലി നമ്മൾ അവരെല്ലാം f(x) = 0 ഫോമിലാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ് സൈൻ എക്സ് പ്ലസ് x³ = 0. ഇതൊരു ഇക്വേഷൻ എക്സാമ്പിളാണ്. അനദർ എക്സാമ്പിൾ ഇസ് x³ + 3x² + 2 = 0. ഇതിനെ നമ്മൾ പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയും. കാരണം എക്സും അതിൻ്റെ ഹയർ പവേഴ്സും മാത്രമേ ആ ഇക്വേഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയും. ഇത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ അല്ല, കാരണം സൈൻ എക്സ് വരുന്നുണ്ട്. ഇക്വേഷനെ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഓൾജിബ്രിക് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻസ്. ഓൾജിബ്രിക് ഇക്വേഷൻസ് മീൻസ് പോളിനോമിയൽസിന് നമ്മൾ പറയുന്ന പേരാണ് ഓൾജിബ്രിക് ഇക്വേഷൻസ്. ഉദാഹരണത്തിന് x³ + 2x + 3 = 0 ഒരു പോളിനോമിയൽ ഇക്വേഷനാണ്. അതേസമയം ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ മീൻസ് നമ്മുടെ ഇക്വേഷനകത്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് e⁻x ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസ് ദാറ്റ് ഈസ് സൈൻ, കോസ്, ടാൻ, സീക്ക്, കൊസീക്ക്, കോട്ട്, ലോഗരിതമിക് ഫംഗ്ഷൻസ് ലോഗ് x, ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്നതെങ്കിൽ നമ്മൾ ആ ഇക്വേഷനെ ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, 3 tan 3x = 3x + 1 ഒരു ട്രാൻസ്ഡെൻഡൽ ഇക്വേഷനാണ്. കാരണം അതിനകത്തൊരു ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതേസമയം x - e⁻x = 4x ഒരു ട്രാൻസ്ഡെൻഡൽ ഇക്വേഷനാണ്. കാരണം അതിലൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വേഷനുകളെ ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻസ് എന്നും പ്യുവർലി പോളിനോമിയൽസിനെ നമ്മൾ ഓൾജിബ്രിക് ഇക്വേഷൻസ് എന്നും പറയും. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ നമ്മൾ ഈ ഇക്വേഷനുകളുടെ റൂട്ട് കണ്ടുപിടിക്കും. റൂട്ട് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട്. എ റിയൽ നമ്പർ ആൽഫ സച്ച് ദാറ്റ് f(α) = 0 is called the root of the equation. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പോളിനോമിയൽ ഇക്വേഷൻ എടുക്കുകയാണ്. x² - 5x + 6 = 0. ഇതൊരു പോളിനോമിയൽ ഇക്വേഷനാണ്. അപ്പോൾ എനിക്ക് ഈ പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് നോക്കുകയാണ്. x = 2 അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എക്സിന് പകരം 2 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 2² - 5 × 2 + 6 ദാറ്റ് ഈസ് 4 - 10 + 6 ദാറ്റ് ഈസ് = 0. ഇപ്പോൾ 0 = 0 2 സൈഡും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അത് ആ ഇക്വേഷൻ്റെ റൂട്ടാണ്. പൊതുവേ പോളിനോമിയൽ ഇക്വേഷനുകൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അതായത് എക്സാക്റ്റ് റൂട്ട് ആരാന്ന് ഒറ്റയടിക്ക് തരില്ല, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് നമുക്ക് ആ റൂട്ടിലോട്ട് കൺവെർജ് ചെയ്ത് എത്താൻ പറ്റും. വിച്ച് മീൻസ്, ഫോർ എക്സാമ്പിൾ, ശരിക്കും ആ ഇക്വേഷൻ്റെ റൂട്ട് 3 ആണെന്നിരിക്കട്ടെ, എങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇക്വേഷൻ്റെ റൂട്ട് 3 എന്ന് കിട്ടില്ല. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ്റെ റൂട്ട് സം 2.5 ആയിരിക്കും. വീണ്ടും നമ്മൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് 3 ആയിട്ട് കുറച്ചുകൂടെ എടുക്കും, 2.7. വീണ്ടും നമ്മൾ പോകുമ്പോഴത്തേക്കും 2.9 ആവും. വീണ്ടും അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 2.99, 2.999
എക്സെട്ര. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് ഇറ്റ് ഗോസസ് ടു 3. ഐട്രേഷൻ മെത്തേഡ്. ഇപ്പോൾ നമ്മളവിടെ ഒരു ഇക്വേഷൻ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഐട്രേഷൻ മെത്തേഡ്. ഇതെങ്ങനെയാണ് ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെന്നിരിക്കട്ടെ, f(x)=0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് എങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. x=φ(x) ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ x=φ(x) ടേമിൽ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് x യൂസ് ചെയ്ത് തന്നെ വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോമിൽ ഇക്വേഷൻ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഐട്രേഷൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഐട്രേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു വാല്യൂ വേണം, നമുക്കൊരു ഇനിഷ്യൽ വാല്യൂ വേണം. ഈ ഇനിഷ്യൽ വാല്യൂയുടെ പ്രത്യേകത, സപ്പോസ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണെന്നിരിക്കട്ടെ, ആ ഇക്വേഷൻ്റെ റൂട്ട് 3 ആണ് എങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ 3യുടെ അടുത്തുള്ള ഏത് വാല്യൂവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 3യുടെ അടുത്തുള്ള ഒരു വാല്യൂ ആണ് 2. 2ൽ നിന്നാണ് ഞാൻ എൻ്റെ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ തവണ ഞാൻ ഐട്രേഷൻ കഴിയുമ്പോഴത്തേക്കും ഇത് 3യുമായിട്ട് ക്ലോസർ ആവും. അപ്പോൾ ഓരോ തവണ ഐട്രേഷൻ കഴിയുമ്പോഴത്തേക്കും ഇത് 3യുമായിട്ട് ക്ലോസറായി ഫൈനലി ഇത് 3ലോട്ട് കൺവെർജ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എനിക്ക് റൂട്ടിനെ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. റൂട്ടിനെ അപ്രോക്സിമേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് ഒരു ഇനിഷ്യൽ വാല്യൂ വേണം. ആ ഇനിഷ്യൽ വാല്യൂ റൂട്ടിനടുത്തുള്ള ഒരു നമ്പർ ആയിരിക്കണം. അപ്പോൾ മിക്ക ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കും ദ റൂട്ട് ലൈസ് നിയർ ദിസ് നമ്പർ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അഥവാ ഇനിഷ്യൽ വാല്യൂ തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സപ്പോസ് f(x) ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റൂട്ട് എവിടെയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം. f(0) കാൽക്കുലേറ്റ് ചെയ്യുക. f(0) കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു -3 ആണ് കിട്ടിയെന്നിരിക്കട്ടെ. ഞാൻ അഗെയിൻ f(1) കാൽക്കുലേറ്റ് ചെയ്തു, അപ്പോൾ -1 ആണ് കിട്ടിയത്. അഗെയിൻ f(2)ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി, 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്തിയപ്പോൾ 2 ആണ് കിട്ടിയത്. അതിനർത്ഥം f(1)ൽ നെഗറ്റീവ് ആയിരുന്നു, 2 എത്തിയപ്പോഴത്തേക്കും അത് പോസിറ്റീവായി. അപ്പോൾ ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ ഇടയിൽ വെച്ച് ഇതുപോലെ ഫംഗ്ഷൻ സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു റൂട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം 1നും 2നും ഇടയിൽ ഒരു റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1നും 2നും ഇടയിൽ ഒരു റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് 1ഉം ചൂസ് ചെയ്യാം, 2ഉം ചൂസ് ചെയ്യാം. ഇതിലാരെ വേണമെങ്കിലും ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യാം. ഇനി 1.5 എടുത്താലും കുഴപ്പമില്ല, കാരണം ഇതെല്ലാം റൂട്ടിനടുത്തുള്ള നമ്പേഴ്സ് തന്നെയാണ്. കാരണം റൂട്ട് 1നും 2നും ഇടയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇനിഷ്യൽ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നമുക്കിതുപോലെ ഇനിഷ്യൽ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി x=φ(x) എന്ന് എഴുതി, എന്നിട്ട് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ ആരാണോ, റൂട്ട് ലൈസ് നിയർ എന്ന് പറഞ്ഞ് തരുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ ആരാണോ അത് ഇതിനകത്തോട്ട് φ(x)-നകത്തോട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. സപ്പോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ വാല്യൂ x0=1 ആണ് എങ്കിൽ നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്ത് കൊടുത്തായിരിക്കും ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് φ(1) കാൽക്കുലേറ്റ് ചെയ്യും. φ(1) കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടും. സെയിം 2.1 ആണ് കിട്ടിയതെങ്കിൽ അടുത്ത ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് φ(2.1) ആയിരിക്കും. അതെന്താണോ കിട്ടുന്നത് ആ വാല്യൂ എടുത്തായിരിക്കും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് സക്സസീവായിട്ട് ഐട്രേഷൻ നടന്നത്. അപ്പോൾ ഈ സക്സസീവായിട്ടുള്ള ഐട്രേഷൻ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂലോട്ട് കൺവെർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങോട്ടാണോ അത് കൺവെർജ് ചെയ്ത് പോകുന്നത് ആ കൺവെർജ് ചെയ്ത് പോകുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ റൂട്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്, എപ്പോഴും x=φ(x) എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മളിങ്ങനെ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺവെർജ് ചെയ്ത് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് നോട്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി φ(x). x=φ(x) എന്ന് പറഞ്ഞ് ഒരുപാട് രീതിയിൽ എഴുതാം. ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ x² + x - 1 = 0 ആണ്. എനിക്ക് ഈ ഇക്വേഷനെ x=φ(x) എന്ന് പറയുന്ന ഫോമിലാക്കണം. x=φ(x). അപ്പോൾ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് എക്സിനെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. x will be equal to 1 - x². ഇങ്ങനെ എഴുതാം. ഓർ ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ x² + x = 1. ഇതിൽ നിന്ന് x കോമൺ എടുക്കാം. കോമൺ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി x + 1 = 1. ദാറ്റ് x = 1/x + 1. അപ്പോൾ ഇത് രണ്ട് രീതികളാണ്. അപ്പോൾ ഈ കേസിൽ φ(x) ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 - x². ഈ കേസിലാണ് നമ്മൾ x=φ(x) നോക്കിക്കഴിഞ്ഞാൽ φ(x) = 1/x + 1. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഇതിൽ ഏത് കേസിൽ φ(x) എടുക്കുമ്പോഴാണ് ഇത് കൺവെർജ് ചെയ്യുന്നത്. എപ്പോഴും എല്ലാ φ(x)കൾക്കും ഇത് കൺവെർജ് ചെയ്യണമെന്നില്ല. φ(x) ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ കൺവെർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഡാഷ് ഓഫ് ഫൈ ഓഫ് എക്സ്, അതായത് ഫൈ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫൈ ഡാഷ് ഓഫ് എക്സിൻ്റെ മോഡുലസ് ഷുഡ് ബി ലെസ് ദാൻ 1 ആൻഡ് ദിസ് ഹാപ്പൻസ് നിയർ ദി റൂട്ട്. നമ്മുടെ റൂട്ട് ആരാണോ ആ റൂട്ടിനടുത്ത് ഇത് ഹാപ്പൻ ചെയ്യണം. എന്തായാലും നമുക്കൊരു ഇനിഷ്യൽ വാല്യൂ അറിയാം, റൂട്ടിനടുത്തുള്ളൊരു ഇനിഷ്യൽ വാല്യൂ അറിയാം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇനിഷ്യൽ വാല്യൂയുടെ അടുത്ത്, സപ്പോസ് എക്സ് നോട്ട് ആണ് എൻ്റെ ഇനിഷ്യൽ വാല്യൂ എങ്കിൽ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് വാട്ട് അബൌട്ട് ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ട്, ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണോ. ഇഫ് ദിസ് ഇസ് ലെസ് ദാൻ 1 ദെൻ ദാറ്റ് ഫൈ ഓഫ് എക്സ് വർക്ക്സ്. അപ്പോൾ ആ ഫൈ ഓഫ് എക്സ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഫൈ ഓഫ് എക്സിനെ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് വരും. അതിനകത്ത് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫൈ ഓഫ് എക്സ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ ഫൈ ഓഫ് എക്സ് ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫൈ ഓഫ് എക്സ് ഫ്രാക്ഷൻ വരുന്ന രീതിയിൽ ചൂസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഫ്രാക്ഷൻ വരുന്ന രീതിയിലാകുമ്പോൾ ഡെറിവേറ്റീവ് ഇതുപോലെ മോഡുലസ് ലെസ് ദാൻ 1 വരും. ഫ്രാക്ഷൻ അല്ലാത്ത രീതികളിൽ അങ്ങനെ വരുന്നത് കുറവാണ്. അതുകൊണ്ട് ഫ്രാക്ഷൻ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ കൂടുതലും. പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ അപ്പോൾ നമ്മളെപ്പോഴും എക്സ് ഇതുപോലെ കോമൺ എടുത്തേ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഫ്രാക്ഷൻ വരുന്ന രീതിയിൽ ഫൈ ഓഫ് എക്സ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഐട്രേഷൻ ഇക്വേഷൻ വെച്ചിട്ട് ആദ്യത്തെ വാല്യൂവിൽ നിന്ന് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സക്സസീവായിട്ട് ഒരു നമ്പറിലോട്ട് കൺവേർജ് ആവുന്ന അറിയാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോഴേക്കും അത് കൺവേർജ് ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ റൂട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് വരും. ഇനി എത്ര ഡെസിമൽ പ്ലേസ് വരെ വേണമെങ്കിൽ അപ്രോക്സിമേഷൻ വേണോ അത്രയും ഐട്രേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. Problem number 1. Find the root of the x cube plus x minus 1 equal to 0 by the iteration method given that the root lies near 1. Okay, ഇപ്പോൾ ഓൾറെഡി റൂട്ട് എന്തിൻ്റെ അടുത്താണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. റൂട്ട് ലൈസ് നിയർ 1. Therefore we can take the initial value x0 as 1. ഓക്കെ, ഇനി നമ്മുടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 ആണ് എഫ് ഓഫ് എക്സ്. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഫോമിൽ ഇതിനെ എഴുതണം. കഴിവതും ഫ്രാക്ഷൻ വരുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ ഞാൻ എക്സ് കോമൺ എടുത്ത് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. സോ എക്സ് ബിക്കംസ് 1 ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1. സോ ഇപ്പം എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഫോമിലാണ്. സോ ദിസ് ഇസ് അവർ ഐട്രേഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ്. So phi of x is equal to 1 by x squared plus 1. ഓക്കെ, ഇനി ഇത് ഈ ഫൈ ഓഫ് എക്സ് വാല്യൂ കൺവേർജ് ചെയ്യുമെന്ന് കൂടെ നമ്മൾ നോക്കണം. ഈ ഫൈ ഓഫ് എക്സിന് കൺവേർജൻസ് നടക്കുമോ എന്നറിയാനായിട്ട് നമ്മൾ മോഡുലസ് ഓഫ് ഫൈ ഡാഷ് ഓഫ് എക്സ് നിയർ 1 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഫൈ ഓഫ് എക്സ് നമുക്കറിയാം. പിന്നെ ഇന്ന് ഫൈ ഡാഷ് ഓഫ് എക്സ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുക. കോഷൻ റൂൾ വെച്ച് ഫൈ ഡാഷ് ഓഫ് എക്സ് എടുത്താൽ മതി. ആൻഡ് ഇറ്റ് വിൽ ബി -2x ഡിവൈഡഡ് ബൈ 1 plus x squared the whole squared. ഇനി മോഡുലസ് ഓഫ് ഫൈ ഡാഷ് ഓഫ് എക്സ് നിയർ റൂട്ട് നോക്കുക. മോഡുലസ് ഓഫ് ഫൈ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഫൈ ഡാഷ് ഓഫ് റൂട്ടിനടുത്തുള്ള ഒരു നമ്പർ നമുക്കറിയാം. ഇനിഷ്യൽ വാല്യൂ ഈസ് 1. സോ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 സ്ക്വയർഡ് ദ ഹോൾ സ്ക്വയർഡ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 4. that is equal to 1 by 2 and that is less than 1. അപ്പോൾ അത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ ഫൈ ഓഫ് എക്സിന് കൺവെർജൻസ് നടക്കും. അപ്പോൾ നമുക്കിനി ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ എന്താണോ അത് ഫൈ ഓഫ് എക്സിനകത്ത് ഇൻപുട്ട് കൊടുക്കുക. കിട്ടുന്ന വാല്യൂ സക്സസീവ്ലി ഫൈ ഓഫ് എക്സിനകത്ത് ഇട്ടിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്രോക്സിമേഷൻ x1 is given by ഫൈ ഓഫ് x0 and that is equal to ഫൈ ഓഫ് x0 1 ആണ്. സോ ഫൈ ഓഫ് 1 നമുക്ക് ഓൾറെഡി ഫൈ ഓഫ് എക്സ് അറിയാം. 1 ബൈ എക്സ് സ്ക്വാഡ് പ്ലസ് 1 ആണ്. സോ 1 ബൈ എക്സ് 1 ആയതുകൊണ്ട് 1 സ്ക്വാഡ് പ്ലസ് 1 ദാറ്റ് വിൽ ഗിവ് യു 0.5. ഓക്കെ, അഗെയിൻ ഇനി x2 സെക്കൻഡ് അപ്രോക്സിമേഷൻ എടുക്കുക. x2 വിൽ ബി ഫൈ ഓഫ് x1 ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫൈ ഓഫ് x1ൻ്റെ വാല്യൂ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയതാണ്. അത് വീണ്ടും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. phi of 0.5 and that will be equal to 1 by, instead of x 0.5, so 0.5 squared plus 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ it will be 0.8. again x3 will be equal to phi of x2 and that is equal to phi of x2 is 0.8, so 0.8 that will be equal to 1 by 0.8 the whole squared plus 1 and that will be equal to 0.60975. ഞാനിവിടെ 5 ഡെസിമൽ പ്ലേസ് വരെ എടുത്തെടുത്ത് ചെയ്യാണ് നമ്മൾ
എത്ര ഡെസിമൽ പ്ലേസ് എടുത്ത് ചെയ്യുന്നോ അത്രത്തോളം അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടും. ഡെസിമൽ പ്ലേസ് കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ അപ്രോക്സിമേഷൻ കുറവ് ആയിരിക്കും. അതുമാത്രമല്ല അത് കൺവെർജ് ചെയ്യുന്നത് അറിയാനും ബുദ്ധിമുട്ടായിരിക്കും. x4 is equal to 5 of x3 and that is equal to 5 of x3 is 0.60975 and that is equal to 1 by 0.60975 the whole squared plus 1 and that is equal to 0.72896. ഓക്കെ, ഇനി ഇത് സക്സസീവ്ലി കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ x5 will be equal to 5 of, substitute this value 0.72896 and that will be equal to 0.65299 and again x6 is equal to 5 of 0.65299 and that becomes 0.70106. again x7 will be equal to 5 of 0.70106 and that will be equal to 0.67047. again x8 is equal to 5 of this value 0.67047. വീണ്ടും അത് ആ ഫോമിലേക്കകത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക and you will get 0.68987. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞപ്പോൾ 8 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ മാത്രമാണ് നമുക്കിവിടെ ഒരു ഡെസിമൽ പ്ലേസ് അപ്രോക്സിമേറ്റ് ആയത്. കാരണം ഇനി 0.6 അഗെയിൻ 0.6, അതുവരെ 0.6ഉം 0.7 മാറിയായിരുന്നു വന്ന്. ഇപ്പോൾ രണ്ടിടത്തും 0.6. ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ 0.6ന് ചേഞ്ച് കാണത്തില്ല. അപ്പോൾ നമ്മുടെ റൂട്ട് ഇപ്പോൾ തന്നെ ഒരു ഡെസിമൽ പ്ലേസ് അപ്രോക്സിമേറ്റ് ആയി. അപ്പോൾ ഫെർദർ നമുക്കിനി ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാം. നമ്മൾ x9 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി 5 ഓഫ് 0.68987 and that will be equal to 0.67753. again x10 will be equal to 5 of 0.67753 and that is equal to 0.68537 and again x11 is equal to 5 of 0.68537 and that will be equal to 0.68039. ഇപ്പോൾ നമുക്ക് 2 ഡെസിമൽ പ്ലേസ് അപ്രോക്സിമേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫർദർ ഇത് ചെയ്ത് പോകും തോറും ഓരോ ഡെസിമൽ പ്ലേസ് ആയിട്ട് അപ്രോക്സിമേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അപ്രോക്സിമേഷൻ ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ കൺവെർജൻസ് വളരെ സ്ലോ ആണ്. നമ്മളിവിടെ 8-11 സ്റ്റെപ്പ് എത്തിയപ്പോഴാണ് നമുക്ക് 2 ഡെസിമൽ പ്ലേസ് എങ്കിലും അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റിയത്. അതുമല്ല കുറച്ച് അങ്ങോട്ട് പോകുന്തോറും നമ്മൾ ഇത്രയും ഡെസിമൽ നമ്പേഴ്സ് വെച്ചുള്ള കാൽക്കുലേഷനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഈ മെത്തേഡിൻ്റെ ഡ്രോബാക്സ് ആണ്. അപ്പോൾ എനിവേ ഇപ്പോൾ 2 ഡെസിമൽ പ്ലേസ് അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ദ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ ഇസ് 0.68 കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ്. അടുത്ത ഐട്രേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാൽക്കുലേറ്റർ ട്രിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐട്രേഷൻ മെത്തേഡിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് കിട്ടിയ ഇക്വേഷൻസിനകത്ത് തന്നിരിക്കുന്ന ഇക്വേഷനിൽ തന്നെ വാല്യൂസ് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം 1 എക്സാമ്പിളിന് എടുക്കുക. അതിനകത്ത് നമ്മുടെ 5 ഓഫ് എക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/x² + 1 ആയിരുന്നു. നമ്മുടെ ആദ്യത്തെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1നെ ആൻസറായിട്ട് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 പ്രസ് ചെയ്തിട്ട് ഈക്വൽ ടു പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ 1 ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ആൻസർ 1 ആയിട്ട് മാറും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട g ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ എടുക്കുക. g ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/x² + 1 ആണ്. പക്ഷേ ഇവിടെ എക്സ് അല്ല ടൈപ്പ് ചെയ്യേണ്ടത്. എക്സിന് വരുന്നിടത്തെല്ലാം നിങ്ങൾ ആൻസർ വെച്ചിട്ട് ആ എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്യുക. അതായത് 1/1 ആൻസർ സ്ക്വയർഡ് +1. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത് നമ്മൾ ഓൾറെഡി ആൻസർ 1 ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ഈ കാൽക്കുലേഷൻ റിസൾട്ട് ചെയ്ത് തരുന്നത് 1 വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ കാണുകയും ചെയ്യാം. 0.5 ആണ്. ഇനി ഞാൻ ഈക്വൽ ടു പ്രസ് ചെയ്യും തോറും ഈ കിട്ടിയ ആൻസർ ഇട്ട് അത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അതായത് ഇനി ഇവിടെ ഇരുന്ന് ഞാൻ വെറുതെ ഈക്വൽ ടു പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഓരോ അപ്രോക്സിമേഷൻ്റെ റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈക്വൽ ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത അപ്രോക്സിമേഷനായി 0.8 ആയിട്ട് മാറി. ഇനി വീണ്ടും ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ അത് 0.8 വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. ദാറ്റ് ഈസ്
0.609756 അടുത്ത അപ്രോക്സിമേഷനായി. ഇനി ഞാൻ ഈക്വൽ ടു പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇത് അപ്രോക്സിമേറ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് അടുത്ത അപ്രോക്സിമേഷൻ, എഗെയിൻ ഈക്വൽ ടു പ്രസ് ചെയ്ത് അടുത്ത അപ്രോക്സിമേഷനായി വീണ്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6.6 അപ്രോക്സിമേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എത്രത്തോളം ഈക്വൽ ടു പ്രസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റെപ്പിലും ആൻസേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഓരോ തവണയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പ്രോബ്ലം നമ്പർ 2, ഫൈൻഡ് ദി റിയൽ റൂട്ട് ഓഫ് കോസ് എക്സ് ഈക്വൽസ് 3x - 1 കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഇക്വേഷൻ ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ അല്ല, ട്രാൻസിഡൻ്റൽ ഇക്വേഷനാണ്. അതിനകത്ത് കോസ് എക്സ് എന്ന് പറയുന്ന ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു കാൽക്കുലേറ്ററിനകത്ത് റേഡിയൻ മെഷറിലായിരിക്കില്ല കിടക്കുന്നത്, ഡിഗ്രി മെഷറിലായിരിക്കും ഇൻബിൽട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ വരുമ്പോൾ റിയൽ ലൈനിലെ കാൽക്കുലേഷനുകൾ ഡിഗ്രി അല്ല യൂസ് ചെയ്യുന്നത്, റേഡിയൻ മെഷറാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഈ പ്രോബ്ലം എടുത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഗ്രി മെഷറിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഡിഗ്രി മെഷർ മാറ്റിയിട്ട് റേഡിയനിലോട്ട് ആക്കുക. അപ്പോൾ ഡിഗ്രി അത് നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിഗ്രി മെഷർ മാറ്റിയിട്ട് റേഡിയൻ മെഷറിലോട്ടാക്കുക. അപ്പോൾ മുകളിൽ സാധാരണ കാൽക്കുലേറ്ററിൻ്റെ മുകളിൽ ചെറിയൊരു ഡി ആയിരിക്കും കിടക്കുന്നത്, വിച്ച് ഡിനോട്ട്സ് ഡിഗ്രി മെഷർ. അപ്പോൾ അത് മാറിയിട്ട് R എന്നാകും, അപ്പോൾ റേഡിയൻ മെഷറിലാവും. അപ്പോൾ ട്രിഗണോമെട്രിക്കൽ ഫങ്ഷൻസ് വരുന്ന പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ റേഡിയനിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ റൂട്ട് എന്തിൻ്റെ അടുത്താണെന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമേ എഫ് ഓഫ് എക്സിനെ ഈക്വൽ ടു 0 ഫോമിൽ എഴുതാം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു cos x - 3x + 1 = 0. ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം എഫ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് 0 is cos 0 - 3 × 0 + 1, that becomes -0 + 1, that is equal to 2, and that is greater than 0 ആണ്. ഇനി എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യാം. 1 കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ. cos 1 - 3 + 1 വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1ന് പകരം π/2 അങ്ങനത്തെ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യാം. 0, π/2, π, 3π/2. കാരണം ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഞാനിവിടെ π/2 യൂസ് ചെയ്യാം. എഫ് ഓഫ് π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു cos π/2 - 3π/2 + 1, and that is equal to -3π/2 + 1 എന്ന് വരും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാല്യൂ ഇസ് ലെസ് ദാൻ 0 ആണ്. ദെയർഫോർ എ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് π/2. കാരണം 0ലെ വാല്യൂ പോസിറ്റീവ് ആയിരുന്നു, 1ലെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അത് രണ്ടിനും ഇടയിൽ ഒരു റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയൽ റൂട്ട് 0യ്ക്കും π/2നും ഇടയിൽ വരുന്നതുകൊണ്ട് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് എനിക്ക് 0യോ π/2ഓ എന്ത് വേണമെങ്കിലും എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് എടുക്കാം. സോ അവർ ഇനിഷ്യൽ വാല്യൂ x0 = 0. ഓക്കെ, നമുക്ക് ഇനിഷ്യൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് x is equal to phi of x ഫോമിലെ ഇക്വേഷൻ എഴുതുക. ഇത് ട്രിഗണോമെട്രിക്കൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഇന്ന് ചുമ്മാ x അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ 3x കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3x will be 1 plus cos x and x will be equal to 1 plus cos x by 3. So this is our phi of x. So phi of x is equal to 1 plus cos x by 3. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇനി phi of x കൺവെർജ് ചെയ്യുമോ എന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അതിന് നമ്മൾ phi dash of xൻ്റെ ഡെറിവേറ്റീവിൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമേ phi dash of x കാൽക്കുലേറ്റ് ചെയ്യാം. 1/3 കോൺസ്റ്റൻ്റ് ആണ്. So 1ൻ്റെ ഡെറിവേറ്റീവ് 0 and cos xൻ്റെ ഡെറിവേറ്റീവ് minus sin x. So that is modulus of phi dash of x is equal to modulus of minus sin x by 3. നമ്മുടെ ഇനിഷ്യൽ വാല്യൂ 0 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് us check what is the value at 0. Modulus of phi dash of 0 is equal to minus sin 0 by 3. Sin 0 0 ആയതുകൊണ്ട് this becomes 0 and that is clearly less than 1. അതുകൊണ്ട് നമുക്ക് അത് കൺവെർജ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ phi of x നമ്മുടെ കയ്യിലുണ്ട്. phi of x is
iteration equation phi of x is 1 plus cos x by 3. ഓക്കെ, നമുക്ക് ഇപ്പോൾ സക്സസീവ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാം. x1 ഫസ്റ്റ് അപ്രോക്സിമേറ്റ് x1 is equal to phi of x0 and that is equal to initial value x0 0 ആണ്. So that will be equal to 1 plus cos 0 by 3 and that is equal to 2 by 3 and that is 0.6666 approximate ചെയ്യുമ്പോൾ that will be 0.66667. ഇനി അടുത്ത x2 കാൽക്കുലേറ്റ് ചെയ്യാം. So x2 will be phi of x1 and that is equal to phi of x1 ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0.66667 and that will be 1 plus cos of 0.6667 divided by 3. Okay, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 0.5953 അഗെയിൻ നമുക്ക് x3 കാൽക്കുലേറ്റ് ചെയ്യാം. x3 will be phi of x2 and that is equal to phi of 0.59530 and that is equal to ഈ വാല്യൂ വീണ്ടും ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക and you will get 0.60933. again x4 calculate here, that is phi of x3, that is phi of x3 value is 0.60933. അപ്പോൾ വീണ്ടും അത് ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക and you will get 0.60688. ഇപ്പോൾ ഓൾറെഡി 2 ഡെസിമൽ പ്ലേസ് അപ്രോക്സിമേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് കറക്റ്റ് 3 ഡെസിമൽ പ്ലേസ് ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. x5 is equal to phi of x4 and that will be equal to phi of 0.60688. വീണ്ടും ഈ വാല്യൂ ഇത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക and it will be 0.60718. again x6 is equal to phi of x5 and that is equal to phi of 0.60718 and that is equal to 0.60709. ഓൾറെഡി 3 ഡെസിമൽ പ്ലേസ് അപ്രോക്സിമേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് പ്രോബ്ലം നടത്താം. The correct answer correct to 3 decimal places is 0.607. So the real root 0.607 correct to 3 decimal places. Problem 3. Find by iteration method the root near 3.8 of the equation 2x minus log x to the base 10 equal to 7. അപ്പോൾ ആദ്യം ഇത് ലോഗരിതമിക് ഇക്വേഷൻ ആണ്. അതുമാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ലോഗ് ടു ദ ബേസ് 10 ആണ്. കാൽക്കുലേറ്ററിൽ 2 തരത്തിലുള്ള ലോഗുണ്ട്. LOG ലോഗും ഉണ്ട്, LN ലോഗുണ്ട്. ഒരെണ്ണം ബേസ് 10 വരുന്ന ലോഗരിതവും ഒരെണ്ണം ബേസ് ഇ വരുന്ന ലോഗരിതവുമാണ്. അപ്പോൾ LOG ലോഗാണ് ബേസ് 10 വരുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യമേ നമുക്കിതിനെ x ഈക്വൽ ടു phi of x ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2x is equal to 7 plus log x. So x is equal to 2 പുറത്ത് വരുമ്പോൾ 1/2 times 7 plus log x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ phi of x. So our function phi of x, iteration function phi of x is equal to 1/2 into 7 plus log x. ഓക്കെ, ഇനി നമുക്കിത് കൺവേർജ് ചെയ്യുമെന്ന് നോക്കണം. അതിന് phi dash of xൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണോ എന്ന് നോക്കിയാൽ മതി റൂട്ടിനടുത്ത്. സോ phi dash of x കാൽക്കുലേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്. 7ൻ്റെ ഡെറിവേറ്റീവ് 0, log xൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ ഇറ്റ് വിൽ എൻഡ് അപ്പ് വിത്ത് 1/2x. ഓക്കെ, മോഡുലസ് ഓഫ് phi dash of x നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് phi dash of x is equal to മോഡുലസ് ഓഫ് 1/2x. ഇനി നിയർ റൂട്ട് നോക്കുക. given that the root is near 3.8, അപ്പോൾ 3.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. phi dash of 3.8 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that will be 1/2 into 3.8. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.131 വരും. and that is clearly less than 1. അപ്പോൾ അത് കൺവേർജ് ചെയ്യും. അപ്പോൾ നമ്മുടെ phi of xൻ്റെ ചോയ്സ് അപ്രോപ്രിയേറ്റ് ആണ്. പിന്നെ നമുക്ക് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓൾറെഡി ഇനിഷ്യൽ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3.8 ആണ് ഇനിഷ്യൽ വാല്യൂ. സോ x0 is equal to
3.8. ഇനി നമുക്ക് x1 കാൽക്കുലേറ്റ് ചെയ്യാം. സോ x1 is equal to first approximate, that is phi of x0, and that is phi of x0 is 3.8, and that is equal to phi of 3.8. Phi of x is given by 1 by 2, 7 plus log x. So this is half into 7 plus log x. Instead of x 3.8 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ it will be 3.78989. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്രോക്സിമേറ്റ് കിട്ടി. നമുക്ക് രണ്ടാമത്തെ അപ്രോക്സിമേറ്റ് x2 കാൽക്കുലേറ്റ് ചെയ്യാം. That will be phi of x1, and that is equal to phi of x1 is 3.78989. That is equal to half into 7 plus log x2. x2 value, sorry, x1 value 3.78989. okay, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3.789313. ഇപ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അപ്രോക്സിമേഷൻ ആയിട്ടുണ്ട്. 3.789 3 ഡെസിമൽ പ്ലേസ് വരെ ഓൾറെഡി അപ്രോക്സിമേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അത് ആൻസർ ഇസ് 3.789 correct to 3 decimal places. ഇത് എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് അപ്രോക്സിമേറ്റ് ആകണമെന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് അപ്രോക്സിമേറ്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ തന്നിരിക്കുന്ന ഇനിഷ്യൽ വാല്യൂയുടെ പ്രത്യേകതയാണ്. റൂട്ടുമായിട്ട് ഒരുപാട് ക്ലോസർ ആയിട്ടുള്ള ഇനിഷ്യൽ വാല്യൂ ആണ്. റൂട്ട് ഇസ് 3.789 ആൻഡ് ദ ഇനിഷ്യൽ വാല്യൂ ഇസ് 3.8. റൂട്ടുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ഒരു ഇനിഷ്യൽ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇത് കൺവെർജ് ആയത്. അതേസമയം റൂട്ടുമായിട്ട് അത്ര ക്ലോസർ അല്ല എങ്കിൽ ഇത് കുറേ സ്റ്റെപ്സ് എടുത്തിട്ട് കൺവെർജ് ആകത്തുള്ളൂ. എനിവേ ദ ആൻസർ ഇസ് 3.789 correct to 3 decimal places. Next one is Newton-Raphson method. നമ്മുടെ ഐട്രേഷൻ മെത്തേഡിന് 1-2 ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഡ്രോബാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് റേറ്റ് ഓഫ് കൺവെർജൻസ് ആണ്. അത് വളരെ പതുക്കെ മാത്രമേ കൺവെർജ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം 1 കണ്ടായിരുന്നു. നമുക്ക് കൺവെർജ് ചെയ്യാനായിട്ട് 8-9 ഐട്രേഷൻ പോയപ്പോഴാണ് അത് കൺവെർജ് ആയി കിട്ടിയത്. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് കൺവെർജൻ്റ് ആകണമെന്നില്ല. അപ്പോൾ ഐട്രേഷൻ മെത്തേഡിൻ്റെ റേറ്റ് ഓഫ് കൺവെർജൻസ് കുറവാണ്. അത് പതുക്കെ കൺവെർജ് ആകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് phi of x ആണ്. അപ്പം നമ്മുടെ ഐട്രേഷൻ മെത്തേഡിൽ phi of x കാൽക്കുലേറ്റ് ചെയ്യാൻ x ഈക്വൽ ടു phi of x ഫോമിൽ എഴുതിയതിന് ശേഷം നമ്മളൊരു phi of x ചൂസ് ചെയ്യും. പക്ഷേ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. മോഡുലസ് ഓഫ് phi dash of x ലെസ് ദാൻ 1 ആയാൽ മാത്രമേ ഐട്രേഷൻ നടക്കത്തുള്ളൂ, അതായത് കൺവെർജൻസ് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ phi of x അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മോഡുലസ് ഓഫ് phi dash of x എടുക്കുമ്പോൾ ലെസ് ദാൻ 1 വരുന്ന phi of xകൾക്ക് മാത്രമേ phi of xകൾക്ക് മാത്രമേ കൺവെർജൻസ് നടക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു phi of x എക്സിസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് ഒരുപാട് phi of xകൾ എക്സിസ്റ്റ് ചെയ്യാം. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് phi dash of x ലെസ് ദാൻ 1 വരുന്ന രീതിയിൽ തന്നെ ഒരുപാട് phi of xകൾ എക്സിസ്റ്റ് ചെയ്യാം. അപ്പം നാച്ചുറലി അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, എങ്കിൽ ഞാൻ ഏത് phi of x ചൂസ് ചെയ്താലായിരിക്കും എനിക്ക് വളരെ പെട്ടെന്ന് കൺവെർജ് ആകുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് മറുപടി പറയും. ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് ഈ 2 ഡ്രോബാക്കും പരിഹരിക്കുന്ന രീതിയിലാണ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തത് റേറ്റ് ഓഫ് കൺവെർജൻസ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് കൂടുതലാണ്. അതായത് റൂട്ടിലോട്ട് ഇത് പെട്ടെന്ന് കൺവെർജ് ചെയ്തെത്തും. മറ്റ് ഐട്രേഷൻ മെത്തേഡുകളെക്കാളും പെട്ടെന്ന് റൂട്ടിലോട്ട് കൺവെർജ് ചെയ്തെത്തും. നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും പോകേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് റൂട്ടിലോട്ട് കൺവെർജ് ചെയ്തെടുക്കും. രണ്ടാമത്തത് ഈ ഐട്രേഷൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഡയറക്റ്റ്ലി ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിൽ നമുക്ക് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ f of x is equal to 0 ആണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ then the iteration function phi of x is given by x minus f of x by f dash of x. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഐട്രേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഒന്നുകിൽ നിങ്ങളിത് ഐട്രേഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷനായിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇതിനൊരു ഐട്രേഷൻ ഇക്വേഷനായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് xn+1. ഒരു n+1th ഐട്രേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് nth ഐട്രേറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് xn മൈനസ് f of xn ഡിവൈഡഡ് ബൈ f dash of xn. ഇങ്ങനെ നിങ്ങൾക്ക് ഐട്രേറ്റീവ് ഫോമുലയായിട്ട് പഠിച്ചു വെക്കാം, ഓർ യു ക്യാൻ സ്റ്റഡി ലൈക്ക് ദിസ്. ഇവിടെ ഇപ്പോൾ phi of x is equal to x minus f of x by f dash of x എന്ന്
പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഫൈവ് മോഡുലസ് ഓഫ് 5' എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി 5 കാൽക്കുലേറ്റ് ചെയ്യാം. റൂട്ടിനടുത്തുള്ള ഒരു നമ്പർ എടുക്കുക, ഐട്രേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. Problem 1. Using Newton-Raphson method, find correct to 4 decimal the root of x cube minus 6x plus 4. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്ക് റൂട്ട് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയിലാണെന്ന് നോക്കണം. കാരണം നമുക്ക് ഇനിഷ്യൽ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് 0 ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദറ്റ് ഇസ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 ഈസ് 0 ക്യൂബ് മൈനസ് 6 into 0 plus 4 and that is equal to 4. The positive ആണ്, greater than 0 ആണ്. And f of 1 is equal to 1 cube minus 6 into 1 plus 4 and that is 5 minus 6 minus 1 less than 0 ആണ്. അപ്പോൾ 0ക്കും 1നും ഇടയിലൊരു റൂട്ടുണ്ട്. സീറോയ്ക്കും 1നും ഇടയിലൊരു റൂട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് 0യോ 1ഓ 0ക്കും 1നും ഇടയിലുള്ള ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ഇനിയിപ്പോൾ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ 0 ആണ് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ x0 ഈക്വൽ ടു 0 ആണ് എൻ്റെ ഇനിഷ്യൽ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിഷ്യൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഐട്രേഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഐട്രേഷൻ ഇക്വേഷൻ phi of x ഈസ് ഗിവൺ ബൈ x മൈനസ് f of x ബൈ f dash of x and that is equal to x minus f of x is x cube minus 6x plus 4 divided by f dash of x എന്ന് പറയുമ്പോൾ f of x ൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 3x സ്ക്വയർഡ് മൈനസ് 6. സിംപ്ലിഫൈ ചെയ്യുക. x ഇൻറ്റു 3x സ്ക്വയർഡ് മൈനസ് 6 മൈനസ് x ക്യൂബ് മൈനസ് 6x പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 3x സ്ക്വയർഡ് മൈനസ് 6 and that is equal to 3x cube minus 6x minus x cube plus 6x minus 4 divided by 3x squared minus 6 plus 6x minus 6x cancel ചെയ്ത് കളയാം. 3x cube minus x cube is 2x cube minus 4 divided by 3x squared minus 6. സോ ഇതാണ് നമ്മുടെ ഐട്രേഷൻ ഇക്വേഷൻ g of x. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഇനിഷ്യൽ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇനിഷ്യൽ വാല്യൂ 0 ആൻഡ് ദ ഐട്രേഷൻ ഇക്വേഷൻ ഇസ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് us സ്റ്റാർട്ട് ഫ്രം x0 ഈക്വൽ ടു 0 ആൻഡ് x1 എന്ന് പറയുന്നത് ആദ്യത്തെ ഐട്രേഷനാണ് ആൻഡ് ദാറ്റ് ഈസ് g ഓഫ് x0 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു g ഓഫ് x ഓൾറെഡി നമുക്കറിയാം. g ഓഫ് x ഈസ് 2x ക്യൂബ് മൈനസ് 4 ബൈ 3x സ്ക്വയർഡ് മൈനസ് 6 ആണ്. അപ്പോൾ അതിനകത്തോട്ട് x0 ഇട്ട് കൊടുക്കുക. x0 is 0, so 2 into 0 cube minus 4 by 3 into 0 squared minus 6 and that becomes 0.66666 etc. ഇതാണ് നമ്മുടെ ഫസ്റ്റ് അപ്രോക്സിമേറ്റ്. രണ്ടാമത്തെ അപ്രോക്സിമേറ്റ് വീണ്ടും ഇതിട്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ x2 will be equal to g of x1 and g of x1 is 2 into ഇവിടെ x1ൻ്റെ വാല്യൂ കൊടുക്കുക. x1 is this one, so 2 into instead of x 0.666666 cubed minus 4 divided by 3 into 0.66666 squared minus 6 and that is equal to ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക and it will be 0.730158. ഇനി x3 കാൽക്കുലേറ്റ് ചെയ്യുക. x3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിട്ട് വേണം അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് g ഓഫ് x2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ദിസ് വാല്യൂ 0.730158 ക്യൂബ് മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 0.730158 സ്ക്വയർഡ് മൈനസ് 6 ആൻഡ് ദാറ്റ് ബിക്കംസ് 0.732049. ഓക്കെ, അഗെയിൻ അടുത്ത അപ്രോക്സിമേറ്റ് എടുക്കുക. x4 ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം 0.73 0.73 രണ്ട് ഡെസിമൽ പ്ലേസ് വരെ അപ്രോക്സിമേറ്റ് ആയി. നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. അപ്പം g ഓഫ്
x4 is equal to g of x3, and that is equal to 2 into 0.732049 cube minus 4 divided by 3 into 0.732049 squared minus 6, and that is equal to 0.732050. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും 4 ഡെസിമൽ പ്ലേസ് വരെ അപ്രോക്സിമേറ്റ് ആയി 0.7320 0.7320. അപ്പോൾ കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസിൽ ആൻസർ 0.7320. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കാൽക്കുലേറ്റർ ട്രിക്ക് നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാവുന്നതാണ്. എനിവേ ഈ കാൽക്കുലേഷൻസ് കൂടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അപ്രോക്സിമേറ്റ് ആവുന്നുണ്ട്. 4 സ്റ്റെപ്പ് ആയപ്പോഴത്തേക്കും നമുക്ക് അപ്രോക്സിമേഷൻ 4 ഡെസിമൽ പ്ലേസ് വരെയുള്ള അപ്രോക്സിമേഷൻ കിട്ടി. പൊതുവേ റേറ്റ് ഓഫ് കൺവെർജൻസ് കൂടുതൽ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസറിലോട്ട് ഇത് പെട്ടെന്ന് കൺവെർജ് ചെയ്ത് പോകും. പ്രോബ്ലം 2. യൂസിങ് ന്യൂട്ടൺസ് മെത്തേഡ് ഫൈൻഡ് ദി റൂട്ട് ഓഫ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു 4x കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഓക്കെ, നമുക്ക് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു 4xൻ്റെ സൊല്യൂഷനാണ് വേണ്ടത്. അപ്പം ഇ റൈസ് ടു എക്സ് മൈനസ് 4x ഈക്വൽ ടു 0 ഫോം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോമിൽ നമ്മൾ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിഷ്യൽ വാല്യൂ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഇനിഷ്യൽ വാല്യൂവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 0, 1, 2, 3 വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 0 മൈനസ് 4 ഇൻറ്റു 0. ഇ റൈസ് ടു 0 ഈസ് 1, 1 മൈനസ് 0 ഈസ് 1 വന്ന് കിട്ടി. ആൻഡ് എഫ് ഓഫ് 1 ഈസ് ഇ റൈസ് ടു 1 മൈനസ് 4 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഇ മൈനസ് 4. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് മൈനസ് 1.28. ഇത് ലെസ് ദാൻ 0യും ഇത് ഗ്രേറ്റർ ദാൻ 0യും ആണ്. അതുകൊണ്ട് ദർ ഇസ് എ റൂട്ട് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഇപ്പോൾ 0ക്കും 1നും ഇടയിൽ ഒരു റൂട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് 0യോ 1ഓ 0ക്കും 1നും ഇടയിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്കിവിടെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യാം. ഞാൻ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് x0 ഈക്വൽ ടു 0 ആയിട്ട് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഐട്രേഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈ ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഇ റൈസ് ടു എക്സ് മൈനസ് 4x divided by f dash of x is e raised to x minus 4x into derivative 4. So that is equal to x into e raised to x minus 4 minus e raised to x minus 4x divided by e raised to x minus 4, and that is equal to x e raised to x minus 4x minus e raised to x plus 4x divided by e raised to x minus 4. ഇവിടെ minus 4x plus 4x ക്യാൻസൽ ചെയ്ത് കളയാം. and remaining will be x e raised to x minus e raised to x, x e raised to x minus e raised to x divided by e raised to x minus 4. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐട്രേഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് x0 ഈക്വൽ ടു 0 ആണ്. ഈ x1 will be equal to phi of x0, and that is equal to phi of x0. This is the phi of x function. അപ്പോൾ ഇതിനകത്ത് x0യുടെ വാല്യൂ ഇൻപുട്ട് കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി 0 ഇൻറ്റു ഇ റൈസ് ടു 0 മൈനസ് ഇ റൈസ് ടു 0 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു 0 മൈനസ് 4, ആൻഡ് ദാറ്റ് വിൽ ബി മൈനസ് 1 ബൈ മൈനസ് 3, 1 ബൈ 3 വരും. that is 0.3333 etc. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ അപ്രോക്സിമേറ്റ്. രണ്ടാമത്തെ അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. x2 is equal to phi of x1, and that is equal to phi of x is x e raised to x minus e raised to x by e raised to x minus 4 ആണ്. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എക്സിന് പകരം. സോ 0.3333 into e raised to 0.333 minus e raised to 0. divided by e raised to 0.3333 minus 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക.
ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ ആൻസർ 0.35746. ഓക്കെ, ഇനി x3 പോവുക. x3 ഈസ് ഈക്വൽ ടു 5 ഓഫ് x2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 0.357446 ഇൻറ്റു ഇ റൈസ് ടു 0.357446 minus e raised to 0.35746 divided by e raised to 0.37446 minus 4, and that is equal to 0.35742 is x3. ഇപ്പോൾ തന്നെ 4 decimal places approximate ആയിട്ടുണ്ട് 3574. So correct answer with respect to 4 decimal places is 0.3574. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം 3 നോക്കുക. യൂസിങ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 8. അപ്പോൾ 8ൻ്റെ സ്ക്വയർ റൂട്ടാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8. ഇനി എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ ഇതിനൊരു പോളിനോമിയൽ ഇക്വേഷനായിട്ട് മാറ്റുക. ഇവിടെ റൂട്ട് കളയാനായിട്ട് നമുക്കിത് സ്ക്വയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 8 എന്നാകും. സോ എക്സ് സ്ക്വയർഡ് മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. സോ ഇത് നിങ്ങൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്താൽ മതി. സോ എഫ് ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർഡ് മൈനസ് 8 ഈക്വൽ ടു 0. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ ആരായാലും അതായിരിക്കും റൂട്ട് 8ൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഐട്രേഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. And phi of x is given by x minus f of x divided by f dash of x, and that is equal to x minus f of x. F of x is x squared minus 8 divided by f dash of x. X squared minus 8 into x into derivative എടുക്കുമ്പോൾ 2x cross multiply ചെയ്യുമ്പോൾ 2x squared minus x squared bracket open ചെയ്യുമ്പോൾ plus 8 divided by 2x, and that is x squared plus 8 divided by 2x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐട്രേഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐട്രേഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇനിഷ്യൽ വാല്യൂ വേണം. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റൂട്ട് ഓഫ് 8 ആണ് വേണ്ടത്. അപ്പോൾ റൂട്ട് 8 ഏതിൻ്റെ അടുത്ത് വരുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. റൂട്ട് ഓഫ് 8 നമുക്ക് പ്രോപ്പറായിട്ട് റൂട്ട് ഉള്ളത് 8 ഇല്ല, പക്ഷേ 8ന് അടുത്ത് 9 പ്രോപ്പർ റൂട്ടുണ്ട്. റൂട്ട് 9 is 3. അപ്പോൾ 8ന് അടുത്തുള്ള 9 പ്രോപ്പർ റൂട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തരുന്ന നമ്പേഴ്സിന് അടുത്തുള്ള ഏതെങ്കിലും നമ്പറിന് പ്രോപ്പർ റൂട്ട് കാണും. അപ്പോൾ ആ റൂട്ട് എത്രയാണെന്ന് നോക്കുക, 3 എങ്കിൽ റൂട്ട് 8ൻ്റെ വാല്യൂ 3യുടെ അടുത്തായിരിക്കും കിടക്കുന്നത്. സോ ഇതിനെ നമുക്ക് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത് 3 ആണ്. കാരണം 8ൻ്റെ റൂട്ട് എനിക്കറിയില്ല, പക്ഷേ 8ന് അടുത്ത് കിടക്കുന്ന 9ൻ്റെ റൂട്ട് 3 ആണ്. അപ്പോൾ 8ൻ്റെ റൂട്ട് എന്തായാലും 3യുടെ അടുത്തേ കിടക്കത്തുള്ളൂ. എനിവേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് റൂട്ടിന് അടുത്തുള്ളൊരു നമ്പർ മതി. സോ ദ റൂട്ട് ലൈസ് നിയർ 3. സോ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നമുക്ക് 3 എടുക്കാം. സോ x0 ഇസ് ഈക്വൽ ടു 3. ഇനി ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. x1 ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് x0. ഫൈ ഓഫ് എക്സ് നമുക്കറിയാം, അതിനകത്തോട്ട് x0 ഇസ് 3. 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 സ്ക്വയർഡ് പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3, ആൻഡ് ദാറ്റ് വിൽ ബി 2.8333 etc. ഓക്കെ, ഇനി രണ്ടാമത്തെ അപ്രോക്സിമേറ്റ് x2 എടുക്കുക. x2 വിൽ ബി ഈക്വൽ ടു ഫൈ ഓഫ് x1, ആൻഡ് ദാറ്റ് വിൽ ബി, ഇവിടെ എക്സിന് പകരം ഈ വാല്യൂ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് വിൽ ബി 2.83333 സ്ക്വയർഡ് പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2.83333, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.828431. ഓക്കെ, അഗെയിൻ അടുത്ത അപ്രോക്സിമേഷൻ പോവാം. x3 is equal to phi of x2, and that is equal to 0.828431 squared plus 8 divided by 2 into 0.828431, and that is equal to 0 point അല്ല, this is 2 point ആണ്. 2.828427. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2.8284 4 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റായി കഴിഞ്ഞു.
അപ്പം ദ റൂട്ട് 8 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.8284. അപ്പം നമുക്ക് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റൂട്ട് പോലെ തന്നെ നമുക്ക് ക്യൂബ് റൂട്ട് വന്നാലോ ഇനി nth റൂട്ട് വന്നാലും ഇതേ കാൽക്കുലേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ക്യൂബ് റൂട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 10 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ക്യൂബ് റൂട്ട് ഓഫ് 10. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 10 എന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് അത് രണ്ട് സൈഡും ക്യൂബ് ചെയ്താൽ മതി. സോ എക്സ് ക്യൂബ് ബിക്കംസ് 10 ആൻഡ് എക്സ് ക്യൂബ് മൈനസ് 10 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മുടെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. സോ ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ്. ഇനി ഇനിഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 10ന് കറക്റ്റായിട്ട് ക്യൂബ് റൂട്ട് ഇല്ല. അപ്പോൾ 10ന് അടുത്ത് ക്യൂബ് റൂട്ടുള്ള ആരെങ്കിലും ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക. 10ന് അടുത്ത് 8 ഉണ്ട്. 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ്. സോ 10ന് അടുത്ത് 8 ഉണ്ട് ആൻഡ് ക്യൂബ് റൂട്ട് ഓഫ് 8 ഈസ് 2. അപ്പം 10ൻ്റെ ക്യൂബ് റൂട്ട് എന്തായാലും 2ന് അടുത്തേ വരത്തുള്ളൂ. സോ വി വിൽ ടേക്ക് ദി ഇനിഷ്യൽ വാല്യൂ ആസ് 2. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ 2 ആണ്. ഐട്രേഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് മാത്രമല്ല ക്യൂബ് റൂട്ടോ ഫോർത്ത് റൂട്ടോ എനി nth റൂട്ട് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.